എമിറേറ്റ്സിന്റെ വിമാനത്തിൽ ബിസിനസ് ക്ലാസ്സിൽ എന്ത് കിട്ടുമോ അത് KSRTC ബസിന്റെ ബിസിനസ് ക്ലാസ്സിൽ കിട്ടും. ജോലി ചെയ്യാതെ പൈസ വാങ്ങാൻ ആരെങ്കിലും ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒന്നേ ലീവ് എടുത്തു പോവാം, അല്ലെങ്കിൽ രാജിവെച്ചു പോവാം. അതിനി അനുവദിക്കത്തില്ല. ജോലി ചെയ്യാതെ കുറച്ചൊരു പൈസ ഉണ്ടാക്കി കുറച്ച് പാവങ്ങൾ കിടന്ന് ജോലി ചെയ്യുകയും ചെയ്യാം. വണ്ടി കഴുകാതെ പോകരുത്. ഈ വാങ്ങിയ പുതിയ വണ്ടികളെല്ലാം കഴുകി വൃത്തിയാക്കിയിരിക്കണം. വണ്ടി കഴുകാതെ പോയാൽ ADയുടെ പേരിലും നടപടി ഉണ്ടാവും. അതിന് വേറെ താഴോട്ട് ആരാ എന്തുവെന്നൊന്നും ചോദിക്കത്തില്ല, എടുക്കത്തില്ല. തിരിച്ച് ആര് പറഞ്ഞാലും കേൾക്കത്തില്ല. വണ്ടികൾ വന്നുകൊണ്ടിരിക്കും. അടുത്ത 6 മാസത്തേക്ക് വണ്ടികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. 40 വർഷത്തിന് ശേഷം KSRTC 1,57,00,000 രൂപ ലാഭമുണ്ടാക്കിക്കൊണ്ട് മുന്നേറിയ ദിവസങ്ങളാണ്. അതായത് 1,19,00,000 രൂപ വർഷങ്ങളായി നമ്മൾ എടുത്തു കൂട്ടിയ കടത്തിൻ്റെ തിരിച്ചടവും പോയതിന് ശേഷം ആ 1,19,00,000 രൂപ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് എല്ലാ ദിവസവും അടയ്ക്കുന്നുണ്ട് നമ്മൾ. അതടച്ചതിന് ശേഷം KSRTCയുടെ ലാഭം 1,57,00,000 രൂപയ്ക്ക് മുകളിൽ വരികയും തൊട്ടടുത്ത ദിവസമായ മെനഞ്ഞാന്ന് KSRTCയുടെ ലാഭം ഏതാണ്ട് 20 ലക്ഷം രൂപയുണ്ട്. ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന് കരുതിയ ഒരു സ്ഥാപനം അവിടുത്തെ മാനേജ്മെൻറ്റിൻ്റെയും തൊഴിലാളികളുടെയും ജനങ്ങളുടെയും സഹകരണത്തോടെ ഒറ്റക്കെട്ടായി ഉയർന്നു പൊങ്ങിയ കാഴ്ചയാണ് കണ്ടത്. ഒരു വണ്ടിക്ക് 2 ഡ്രൈവർ 2 കണ്ടക്ടർ. അവർ വന്നില്ലെങ്കിൽ വണ്ടി എടുക്കേണ്ട എന്നാണ് തീരുമാനം. അവർ വന്നില്ലെങ്കിൽ അന്ന് വണ്ടി ഓടിക്കേണ്ട എന്നാണ് തീരുമാനം. അത് തുറന്നു പറയാൻ മടിയൊന്നുമില്ല. കാരണം എടുത്തോണ്ട് പോയി ഇടിച്ചേച്ച് ചാമ്പി അവിടെ കൊണ്ട് ഇട്ടിട്ട് പോകും. ഇടിച്ച് ചാമ്പി അവിടെ കൊണ്ട് കളഞ്ഞിട്ട് പോകും. പിന്നെ വേറെ ആൾ ഞാൻ കണ്ടില്ല, അതാരാ ഉത്തരം 2 പേരെ ഏൽപ്പിച്ചു, അവരെ കണ്ടില്ല. അതൊന്നും പറ്റൂല. സ്കാനിയ ഓൾവോ ബസ്സുകൾക്ക് 6 പേരെയാണ് കൊടുത്തേക്കുന്നത്. ഡ്രൈവർ കം കണ്ടക്ടർ 6 പേരാണ്. 6 പേരും ഇല്ല. 7ാമതൊരാൾ ഓടിക്കേണ്ടി വന്നാൽ ആ ബസ് അന്ന് ഓടിക്കേണ്ട. അതിൻ്റെ നഷ്ടം നമ്മൾ സഹിച്ചു. കാരണം എന്നറിയാം, അതിനേക്കാളും വലിയ നഷ്ടമാണ്. ഇത് എടുത്തുകൊണ്ട് പോയി ഇടിച്ച് തുലച്ച് കൊണ്ടി ഇട്ട് കൊടുക്കും. ആരുമില്ല ഉത്തരവാദി. ആരാ എൻ്റെ വണ്ടി ഇടിച്ചു, ആരാ മറ്റേ ആൾ എടുത്തുകൊണ്ട് പോയി. അല്ല ഞാനല്ല സാറേ. പണിഷ്മെൻറ്റിൻ്റെ ഒന്നും കാര്യമില്ല. ഒരു ഡ്രൈവറെയും കണ്ടക്ടറെയും വണ്ടി ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ വണ്ടി അവർ ഓടിച്ചോളുക. അവരെ സ്വന്തം വണ്ടി പോലെ, എൻ്റെ സ്വന്തം കാറ് പോലെ കൊണ്ടുനടന്നോണം. അതിനകത്ത് എന്ത് അലങ്കാരം വയ്ക്കാം, പാട്ട് വയ്ക്കാം, അതിനകത്ത് TVയിൽ പോണ്ട്, TVയിൽ സിനിമ പാട്ടിട്ട് കാണിക്കാം. അതെല്ലാം അവരെ ഇഷ്ടമാണ്, അവരുടെ ഉത്തരവാദിത്തമാണ്. റൈറ്റ് ഇല്ലാത്ത പടമൊന്നും എടുത്തിട്ട് കളയരുത്, പൈറസി പടമൊന്നും എടുത്തിട്ട് കളയരുത്. ബാക്കി പാട്ടിട്ട് കാണിക്കുന്നതിനോ സിനിമാ പാട്ട് കേൾപ്പിക്കുന്നതിനോ എന്ത് ഒരു പ്രശ്നവുമില്ല. അത് അവർ ചെയ്തു, അവർ ഇഷ്ടത്തിന് ചെയ്തോളൂ. അതിൻ്റെ ഉത്തരവാദിത്തം അവർക്കായിരിക്കും. അവർ കൊണ്ട് നടന്നോണം, അവർ നോക്കിക്കോണം. ഈ വണ്ടിക്കകത്ത്, ചെറിയ വണ്ടിക്കകത്ത്, ഈ മിനി ബസ്സിനകത്ത് വൈഫൈ ഉണ്ട്. ലിങ്ക് ബസ്സിൽ വൈഫൈ വെച്ചിട്ടില്ല. മറ്റ് ബസ്സുകളിലെല്ലാം വൈഫൈ വെച്ചാണ് വരുന്നത്. 1 GB വൈഫൈ ഫ്രീ ആണ് സാധാരണക്കാർക്ക്. അപ്പോൾ അത് ഉപയോഗിക്കാം. അതിൻ്റെ ചാർജറുണ്ട്. ഇതെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, നശിപ്പിച്ച് കളയാതെ നോക്കുക. എല്ലാ ചാർജറും കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ. എല്ലാം ഈ ഏൽപ്പിച്ചിരിക്കുന്ന ഡ്രൈവറെയും കണ്ടക്ടറെയും ചുമതലയാണ്. കേരളത്തിലെ ജനങ്ങൾ KSRTC നെഞ്ചിലേറ്റിയിട്ടുണ്ട്. അല്ലെങ്കിൽ 10 കോടി 1,19,00,000 രൂപ കിട്ടില്ല. ഒരൊറ്റ പ്രൈവറ്റ് ബസ്സുകാരനുമായിട്ട് ഞാൻ എൻ്റെ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, പ്രൈവറ്റ് ബസ്സുകാരനായിട്ട് ബലം പ്രയോഗിച്ച് അവനെ അവസാനിപ്പിച്ചിട്ടല്ല നമ്മൾ ജയിക്കാൻ പോകുന്നത്, മത്സരിച്ചാണ് ജയിക്കാൻ പോകുന്നത് പറഞ്ഞു. ഈ ക്രിസ്മസ് ഓണത്ത് കാലത്ത് പ്രൈവറ്റ് ബസ്സുകാരനോട് മത്സരിച്ചല്ലേ ജയിച്ചത്. ഈ അടിപൊളി വണ്ടികൾ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ആളുകളെ മുഴുവൻ ഇതിനകത്തോട്ട് ആകർഷിച്ച് കയറ്റി. അവൻ വാങ്ങിച്ചതിനേക്കാളും 60% പൈസ നമ്മൾ വാങ്ങിച്ചുള്ളൂ. അവൻ വാങ്ങിച്ച 5,000 രൂപ, നമ്മൾ വാങ്ങിച്ച 3,000 രൂപ. എന്നിട്ടും നമ്മൾ അടിച്ച് കയറണമെങ്കിൽ നമ്മളെ വണ്ടി കണ്ടാൽ ആരും കയറിപ്പോകും. ഇനി വരാൻ പോകുന്നൊരു വണ്ടി, എൻ്റെ സ്വപ്നത്തിലുള്ള വണ്ടി, അതിന് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ചെറിയ വണ്ടി ഒരെണ്ണം വാങ്ങിയിട്ട് ഫ്രണ്ടിൽ പ്ലെയിനിലുള്ളതുപോലെ ബിസിനസ് ക്ലാസ് സീറ്റുകളാണ്. ചാരി കിടക്കാം. അതിനകത്ത് TV ഉണ്ട്. ഓരോ സീറ്റിലും TV ഉണ്ട്, വൈഫൈ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. പുറകോട്ട് പോകുമ്പോൾ സാധാരണ ക്ലാസ് സ്ലീപ്പർ പുഷ് ബാക്ക് സീറ്റാണ്. അവിടെ പാട്ടൊക്കെ കേൾക്കാം. പക്ഷേ ഈ ഫ്രണ്ട് സീറ്റിൽ ഹെഡ്ഫോൺ വെച്ച് സിനിമ കാണാനും അതിനകത്ത് സിനിമകൾ ഫീഡ് ചെയ്ത് വയ്ക്കാനും. ഒരു ഫ്ലൈറ്റിനകത്ത് എമിറേറ്റ്സിൻ്റെ വിമാനത്തിൽ ബിസിനസ് ക്ലാസ്സിൽ എന്ത് കിട്ടുമോ അത് KSRTC ബസ്സിൻ്റെ ബിസിനസ് ക്ലാസ്സിൽ കിട്ടും. അങ്ങനെ ഒരു ബസ് എടുത്തിട്ട് തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക്, തിരുവനന്തപുരത്ത് എങ്ങും നിർത്തൂല. നിർത്തുന്നത് പരമാവധി നിർത്തിയാൽ കൊല്ലം ടൗണിൽ നിർത്തും, ബസ് സ്റ്റാൻഡിൽ കയറൂല. ആലപ്പുഴ നിർത്തും, നേരെ പോകും. ലൈറ്റ്നിങ് പോകുന്ന പോലെ ഒരു ജില്ലയിൽ ഒരു സ്ഥലത്ത്, വന്ദേ ഭാരത് പോകുന്ന പോലെ ഒരു ജില്ലയിൽ ഒരു സ്ഥലത്ത് നിർത്തിക്കൊണ്ട് നേരിട്ട് ഡ്രൈവർ മാത്രമേ ഉണ്ടാവുള്ളൂ. ഒറ്റ പിടിയിലാണ്. വിട്ടാൽ 3-3.5 മണിക്കൂർ കൊണ്ട്, ഈ റോഡ് പണി നടക്കുന്നതുകൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, 3-3.5 മണിക്കൂർ കൊണ്ട് നമ്മൾ എറണാകുളത്ത് എത്തും. അപ്പോൾ ഒരു കാർ എടുത്ത് ആളിന് പോകേണ്ടതില്ല. തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്ത് പോയി സർജറി ചെയ്ത് മടങ്ങി വരുന്ന ഡോക്ടർമാരുണ്ട്. വൈകിട്ട് രാവിലെ വന്ദേ ഭാരതിൽ പോകും, തിരിച്ചു വരാൻ പ്രയാസം. നമ്മൾ അങ്ങോട്ട് രാവിലെ ഒരു വണ്ടി പോകും, ആ വണ്ടി ക്ലീൻ ചെയ്ത് അവിടെ വിശ്രമിക്കും. വൈകിട്ട് ആളുകളെ 5 മണിക്ക് ശേഷം ഹൈക്കോടതിയിലും മറ്റും പോകുന്ന വക്കീലന്മാരെയും ഡോക്ടർമാരെയും എല്ലാം കയറ്റിക്കൊണ്ട് നമ്മൾ തിരിച്ച് 9 മണിക്ക് മുമ്പേ സാധനം തിരുവനന്തപുരത്ത് എത്തിക്കും. ഇത്തരത്തിലൊരു നോൺ സ്റ്റോപ്പ് ബസ് നമ്മുടെ പ്ലാനുണ്ട്. ബിസിനസ് ക്ലാസ് ആകുമ്പോൾ റേറ്റ് കൂടുതലായിരിക്കും, സാധാരണ സീറ്റ് റേറ്റ് കുറവായിരിക്കും. ഒരു രാഷ്ട്രീയവുമില്ല. എൻ്റെ കണ്ണിൽ എല്ലാ ജീവനക്കാരനും ഒരേപോലെയാണ്. ഒരാൾക്ക് കൂടുതൽ പൈസയും മറ്റേ ആൾക്ക് കൂടുതൽ. ജോലി ചെയ്യാതെ പൈസ വാങ്ങാൻ ആരെങ്കിലും ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒന്നേ ലീവ് എടുത്തു പോവാം, അല്ലെങ്കിൽ രാജിവെച്ചു പോവാം. അതിനി അനുവദിക്കത്തില്ല. ജോലി ചെയ്യാതെ കുറച്ചൊരു പൈസ ഉണ്ടാക്കി കുറച്ച് പാവങ്ങൾ കിടന്ന് ജോലി ചെയ്യുകയും ചെയ്യാം.
ഇതൊരു നല്ല കാര്യമല്ല. എല്ലാവരും ഒരുപോലെയാണ്, എല്ലാവരും ഒന്നുപോലെ ജോലി ചെയ്യണം. വണ്ടി കഴുകാതെ പോയാൽ ഏഴിയുടെ പേരിൽ നടപടി വരും. ഞാനങ്ങ് തുറന്ന് ഇതിവിടെ മാത്രമല്ല, സ്റ്റേറ്റ് വൈഡായിട്ട് പറയുകയാണ്, വണ്ടി കഴുകാതെ പോകരുത്. ഈ വാങ്ങിയ പുതിയ വണ്ടികളെല്ലാം കഴുകി വൃത്തിയാക്കിയിരിക്കണം. വണ്ടി കഴുകാതെ പോയാൽ ADയുടെ പേരിലും നടപടി ഉണ്ടാവും. അതിന് വേറെ താഴോട്ട് ആരാ എന്തുവാന്നൊന്നും ചോദിക്കത്തില്ല. അതിന് പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന് പേര് സസ്പെൻഷൻ ആക്കുള്ള നടപടി ഉണ്ടാവും. നേരിട്ടായിരിക്കും തിരിച്ചെടുക്കുന്നതും ഞാനായിരിക്കും. എടുക്കത്തില്ല തിരിച്ച്. ആര് പറഞ്ഞാലും കേൾക്കത്തില്ല. ഉള്ള കാര്യം പറയാമല്ലോ, ആര് പറഞ്ഞാലും കേൾക്കും. ഇതൊക്കെ കാര്യങ്ങൾ ഇത്രയും പണം മുടക്കി സർക്കാർ ഇത്രയും കാര്യമായി ചെയ്തു, ജനങ്ങളത് സ്വീകരിച്ചു, ജീവനക്കാരതിൽ സന്തോഷിക്കുന്നു. എല്ലാം വരുമ്പോൾ ഓണത്തിന് എല്ലാ അലവൻസും തന്ന് സന്തോഷത്തോടെ നിങ്ങളെ ഓണം ആഘോഷിക്കാൻ വിട്ടു. അതുകൂടാതെ ജീവിതത്തിൽ ആദ്യമായി ഒരു ട്രാൻസ്പോ നടത്തി KSRTC ജീവനക്കാർക്ക് ആഹ്ലാദം പങ്കുവയ്ക്കാൻ അവസരം കിട്ടി. എല്ലാവരും ഒന്നിച്ച് ചേർന്നുകൊണ്ട് ഒരു സന്തോഷം പങ്കുവയ്ച്ച എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? ഇതുവരെ KSRTC ഹിസ്റ്ററിയിലുണ്ടോ? അപ്പോഴും ചില ആളുകളെന്താ, ഈ ഡിപ്പോയിൽ ആരും പോവല്ലേ എന്ന് പറഞ്ഞ് വാട്സാപ്പിൽ മെസ്സേജ് ഇടുക. ഇതൊക്കെ പന്ന പണിയൊന്നും കാണിക്കരുത്. എന്നാൽ ഇപ്പോൾ നമുക്ക് രാഷ്ട്രീയം കളിക്കാനോ അണ്ടർഗ്രൗണ്ട് പണി വയ്ക്കാനോ പറ്റിയ സമയമല്ല.